ഹായ്, ശരത്താണ്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് രണ്ട് സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ കൂടെ റിസൾട്ടിന്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, Q1 റിസൾട്ടിന്റെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിരുന്നത് ഇസാഫിന്റെ അതേപോലെ തന്നെ ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ റിസൾട്ടിന്റെ അപ്ഡേറ്റ് ആയിരുന്നു. ഇസാഫ് ഏകദേശം 27%, അതേപോലെ തന്നെ ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് നോക്കിയാൽ 22% ഗ്രോ ചെയ്തിരുന്നത്. രണ്ടുപേരുടെ റിസൾട്ട് നല്ല നമ്പേഴ്സ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിരുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഇക്വിറ്റ സ്മോൾ ഫിനാൻസ് ബാങ്കും അതേപോലെ തന്നെ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കുമാണ്. ഇക്വിറ്റ സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്വാർട്ടറിൽ അവരുടെ ലോൺ ബുക്കിന്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 27%. മാനേജ്മെന്റ് ഗൈഡ് ചെയ്തിരുന്ന 20% മുകളിൽ അവർക്ക് ലോൺ ബുക്കിൽ ഗ്രോത്ത് വരുത്തും എന്നുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കിയാൽ ലോൺ ബുക്കിന്റെ ഗ്രോത്തിന്റെ കാര്യത്തിൽ മാനേജ്മെന്റ് ഗൈഡൻസിന് മുകളിൽ അവർക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ ഡിസ്ബേഴ്സ്മെന്റ് നോക്കിയാൽ പുതിയ ലോണുകൾ കൊടുക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 92% ഗ്രോത്ത് അതിൽ വരുത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. 92% എന്ന് പറഞ്ഞാൽ നല്ല ഗ്രോത്ത് ആണ് ഡിസ്ബേഴ്സ്മെന്റിൽ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അവരുടെ ഡിപ്പോസിറ്റ് ബുക്ക് നോക്കിയാൽ, അതായത് പുതിയ ഡിപ്പോസിറ്റുകൾ വരുന്നത് നോക്കിയാൽ അതിൽ ഗ്രോത്ത് വന്നിരിക്കുന്നത് 10.5% ആണ്. അതെനിക്ക് അത്ര നല്ല ഫിഗേഴ്സ് ആയിട്ട് തോന്നുന്നില്ല. കാരണം ലോൺ ബുക്ക് ഗ്രോ ചെയ്തിരിക്കുന്നത് 27%, സെയിം ടൈമിൽ അവരുടെ ഡെപ്പോസിറ്റ് ഗ്രോ ചെയ്തിരിക്കുന്നത് 10% മാത്രമാണ്. സോ അതിൽ കുറച്ചുകൂടെ ഗ്രോത്ത് വരുത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ കാസ റേഷ്യോ നോക്കിയാൽ ഏകദേശം 25% ഇപ്പോൾ അവരുടെ കാസ റേഷ്യോ ഉള്ളത്. കഴിഞ്ഞ ക്വാർട്ടറിൽ നോക്കിയാൽ 26%. അത് സീക്വൻഷ്യലായിട്ട് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. സോ ഇവർക്ക് കാസ റേഷ്യോ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഓൾറെഡി ഈ പറഞ്ഞ സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെയൊക്കെ കാസ റേഷ്യോ കമ്പാരിറ്റീവ്ലി വലിയ ബാങ്കുകളെ വെച്ച് നോക്കുമ്പോൾ അത് നോർമലി കുറവായിരിക്കും. പക്ഷെ എന്നാൽ പോലും ഇവർക്ക് കാസ റേഷ്യോ ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇവരുടെ കോസ്റ്റ് ഓഫ് ബോറോയിങ് കാര്യങ്ങളൊക്കെ ഇവർക്ക് കുറക്കണമെന്നുണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ സീക്വൻഷ്യലായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. അതിപ്പോൾ എല്ലാ സ്മോൾ ഫിനാൻസ് ബാങ്കിലും നമ്മൾ നോക്കിയാലും എല്ലാ ബാങ്കുകളിലും ഈ പറഞ്ഞ പോലെ സീക്വൻഷ്യലായിട്ട് കാസ റേഷ്യോ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏതായാലും ഈ പറഞ്ഞ ലോൺ ബുക്കിലെ ഗ്രോത്തിന്റെ കൂട്ടത്തിൽ തന്നെ ഡിപ്പോസിറ്റ് ബുക്കിൽ ഗ്രോത്ത് വരുത്തേണ്ടതായിട്ടുണ്ട്. അതെല്ലാം നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ സെക്യൂർഡ് ബുക്ക് നോക്കിയാൽ ഏകദേശം 87% സെക്യൂർഡ് ബുക്കാണ്. അതേപോലെ തന്നെ നോൺ സെക്യൂർഡ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 13%. മാനേജ്മെന്റ് ഗൈഡൻസ് ഉണ്ട്. ഏകദേശം 11% തൊട്ട് 13% വരെ ആയിരിക്കും ഒരു അൺസെക്യൂർഡ് ബുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മൈക്രോ ഫിനാൻസ് ലോണുകൾ കാര്യങ്ങളൊക്കെയാണ് ഇത് പറഞ്ഞ അൺസെക്യൂർഡിൽ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ അൺസെക്യൂർഡ് ബുക്കിന്റെ സൈസ് കുറയ്ക്കുന്നതുകൊണ്ട് തന്നെ ഇവരുടെ നിംസ് കാര്യങ്ങളൊക്കെ മാനേജ്മെന്റ് ഗൈഡ് ചെയ്തിരിക്കുന്നത് 7 തൊട്ട് 7.1% ഈ ഒരു വർഷത്തെ അവരുടെ നിംസ് ആയിട്ട് ഗൈഡ് ചെയ്തിരിക്കുന്നത്. നോർമലി ഈ ബാങ്കിന് 8-9% മുകളിലൊക്കെ നിംസ് ഉള്ള നിംസ് എന്ന് പറഞ്ഞാൽ ഈ ബാങ്കിന്റെ മാർജിനാണ്. സോ മാർജിൻ കമ്പാരിറ്റീവ്ലി കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് മാനേജ്മെന്റ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ഈ ഒരു ക്വാർട്ടറിലെ റിസൾട്ടിൽ ഈ ഒരു ക്വാർട്ടറിലെ മാർജിനും കാര്യങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ റിസൾട്ട് വന്നാലേ അത് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിലേക്ക് മാനേജ്മെന്റിന്റെ ഗൈഡൻസ് 7 തൊട്ട് 7.1% വരെ നിംസ് ഉണ്ടാവും എന്നുള്ള കാര്യമാണ്. എന്തായാലും ബാക്കിയുള്ള ഫിഗേഴ്സിലെല്ലാം മാനേജ്മെന്റ് പറഞ്ഞ പോലെ തന്നെ ബാങ്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല റിസൾട്ട് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. ഈ പറഞ്ഞ ഡിപ്പോസിറ്റ് ബുക്കിലെ ഗ്രോത്തിന്റെ കാര്യം മാത്രമാണ് നമുക്ക് ഒരു ചെറിയ കൺസേൺ ആയിട്ടുള്ളത്. അതല്ലാതെ ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത് നോക്കാനായിട്ട് പോകുന്നത് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ റിസൾട്ടിന്റെ അപ്ഡേറ്റ് ആണ്. ഉജ്ജീവന്റെ കാര്യം നോക്കിയാൽ ഉജ്ജീവനിൽ ലോൺ ബുക്കിന്റെ ഗ്രോത്ത് നോക്കിയാൽ ഏകദേശം 29% ലോൺ ബുക്കിന്റെ ഗ്രോത്ത് വരുത്തിയിട്ടുണ്ട്. ഇക്വിറ്റാസിൽ ഏകദേശം 27% വന്നപ്പോൾ ഇവിടെ ഏകദേശം 29% ലോൺ ബുക്ക് ഗ്രോത്ത് വന്നിട്ടുണ്ട്. മാനേജ്മെന്റ് ഗൈഡൻസ് തന്നെ 25%, ഏകദേശം അറൌണ്ട് 25% അല്ല അതിന് മുകളിലായിരിക്കും അവർ ലോൺ ബുക്ക് ഗ്രോത്ത് എന്നാണ് മാനേജ്മെന്റ് ഗൈഡ് ചെയ്തിരിക്കുന്നത്. സോ അതിന് മുകളിൽ തന്നെ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓൾമോസ്റ്റ് 30% അടുത്ത് തന്നെ അവർ ലോൺ ബുക്കിൽ ഗ്രോത്ത് വരുത്താൻ പറ്റിയിട്ടുണ്ട്. അതിനെ കഴിഞ്ഞ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവരുടെ ഈ പറഞ്ഞ ഡിപ്പോസിറ്റ് ബുക്ക് നോക്കിയാൽ ഡിപ്പോസിറ്റ് ബുക്കിൽ ഏകദേശം 25% ഗ്രോത്ത് വന്നിട്ടുണ്ട്. ലോൺ ബുക്കിൽ 29%, ഡിപ്പോസിറ്റിൽ ഏകദേശം 25% ഗ്രോത്ത് വരുത്തിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഡിപ്പോസിറ്റിൽ അത്രയും ഗ്രോത്ത് വന്നെങ്കിലും അവരുടെ കാസ റേഷ്യോ നോക്കിയാൽ ഏകദേശം 27 ഇപ്പോൾ ഉണ്ട്. അതായത് കഴിഞ്ഞ ക്വാർട്ടറിൽ 29 അവരുടെ കാസ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ കാസ റേഷ്യോ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇവരുടെ ലോൺ ബുക്കിൽ ഗ്രോത്ത് വരുന്ന പോലെ തന്നെ ഡിപ്പോസിറ്റിൽ ഗ്രോത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ സെക്യൂർഡ് ബുക്ക് നോക്കിയാൽ കഴിഞ്ഞ ക്വാർട്ടറിൽ 49% ഇവരുടെ സെക്യൂർഡ് ലോൺ ഉണ്ടായിരുന്നത്. ഇപ്പൊ നോക്കിയാൽ അത് 50% മുകളിലേക്ക് സെക്യൂർഡ് ലോൺ എത്തിയിട്ടുണ്ട്. സോ ഇപ്പൊ മൊത്തത്തിൽ നോക്കിയാൽ ബാങ്കിൽ 50-50 ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അതായത് സെക്യൂർഡ് 50%, ബാക്കിയുള്ള 50% ഈ പറഞ്ഞ അൺസെക്യൂർഡ് ലോണുകളുമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ നിംസ് കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ നേരത്തെ നമ്മൾ സംസാരിച്ച ഇക്വിറ്റാസ് ബാങ്കിനെ കഴിഞ്ഞ് കുറച്ചുകൂടെ കൂടുതലാണ്. പിന്നെ ബാങ്കിന്റെ GNPA നമ്പേഴ്സും ഈ പറഞ്ഞ അപ്ഡേറ്റിലുണ്ട്. GNPA ഏകദേശം 2.47 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ 2.54 ആയിരുന്നു. സോ ഈ പറഞ്ഞ ബാങ്കുകളിലെല്ലാം സ്മോൾ ഫിനാൻസ് ബാങ്കുകളെല്ലാം നോക്കിയാൽ എല്ലാവരുടെ അസറ്റ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആയി വരുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മളിവിടെ സംസാരിച്ച നാല് സ്മോൾ ഫിനാൻസ് ബാങ്കുകളിൽ റിസൾട്ട് നല്ല നമ്പേഴ്സാണ് ഇപ്പോൾ അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ ക്വാർട്ടറുകളിലൊക്കെ ആണെങ്കിലും ഈ ബാങ്കുകളെല്ലാം നല്ല ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ 3-4 സ്മോൾ ഫിനാൻസ് ബാങ്കിനോട് റിസൾട്ട് വരാനുണ്ട്. അപ്പോൾ അത് വന്നതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ ബാങ്കുകളെല്ലാം കൂടെ എടുത്തൊന്ന് കമ്പയർ ചെയ്ത് മാനേജ്മെന്റ് കമന്ററി ഒക്കെ ഇട്ടതിന് ശേഷം ഏതൊരു ബാങ്കാണ് ഈ ഒരു സമയത്ത് ഈ ഒരു സിറ്റുവേഷൻ Q1 റിസൾട്ടിന് ശേഷം ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നു എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു സമയത്ത് ഫുൾ റിസൾട്ട് കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നമുക്കൊരു വീഡിയോ ചെയ്യാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.